ശുക ഉവാച കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാഗ്രുദ്രമന്യുന ദേഹോപവത്തയെ ഭൂയസ്തമേവ പ്രത്യപദ്യത സ ഏവ ജാതോ വൈദർഭ്യാം കൃഷ്ണവീര്യസമുദ്ഭവഃ പ്രദ്യുമ്ന ഇതി വിഖ്യാതഃ സർവതോ നവപിതു തം ശംബരകാമരൂപീ ഹൃത്വാ തോകമനിർദ്ദശം സവിദിത്വാത്മനഃശത്രും പ്രാസ്യോ തന്വത്യകാൽ ഗൃഹം തം നിർജഗാര ബലവാൻ മീനസോപ്യപരൈ സഹ വൃതോ ജാലേന മഹതാ ഗൃഹീതോ മത്സ്യജീവിഭിः തം ശംബരായ കൈവർത്ത ഉപാജഹ്രുപായനം സൂതാമഹാനസം നീത്വാവദ്യൻ സ്വധിതിനാത്ഭുതം ദൃഷ്ട്വാ തദുദരേ ബാലം മായാവത്തി എന്നിവേദയൻ നാരദോ കഥയിൽ സർവം തസ്യാ ആശങ്കിതചേതസ ബാലസ്യ തത്വമുൽപ്പത്തി മത്സ്യോദര നിവേശനം സാചകാമസ്യ വൈപത്നി രതിർനാമ യശസ്വിനി പത്യുർനിർദഗ്ധദേഹസ്യ ദേഹോൽപ്പത്തിം പ്രതീക്ഷതി നിരൂപിത ശംബരേണ സാ സൂപഉദന സാധനെ കാമദേവം ശിശും ബുദ്ധ്വാ ചക്രേ സ്നേഹം ദദാർഭഗേ നാദിദീർഘേണ കാലേന സ കാർഷ്ണീരൂഢയൗവന ജനയാമാസ നാരീണം ഇക്ഷന്തീനാം ച വിഭ്രമം സാ തം പതിം പത്മദലായതേക്ഷണം പ്രലംബബാഹും നരലോകസുന്ദരം സൗരീഢഹാസോത്തഭിതഭ്രുവേക്ഷതി പ്രീത്യോപതസ്ഥൈരിതിരംഗസൗരതൈः താമാഹ ഭഗവാൻ കാർഷ്ണിർമാതസ്ഥേ മതിരന്യഥാ മാതൃഭാവമതിക്രമ്യ വർത്തസേ കാമിനി യഥാ രതിരുവാച ഭവാൻ നാരായണസുതഃ ശംബരേണാഹൃതോ ഗൃഹാൽ അഹം ദേധികൃതാപത്നീരതിക്കാമോ ഭവാൻ പ്രഭോ ഏഷത്വാ നിർദ്ദശം സിന്ധവക്ഷിപച്ഛംബരോസുര മത്സ്യോഗ്രസീത്തദുദരാദിഹ പ്രാപ്തോ ഭവാൻ പ്രഭോ തമിമം ജഹി ദുർധരിഷം ദുർജയം ശത്രുമാത്മന മായാശതവിധം ത്വം ച മായാഭിർമോഹനാദിഭിः പരിശോചതി തേ മാതാ കുലരീവഗത പ്രജ പുത്രസ്നേഹാകുലാദീന വിവത്സ ഗൗരിവാതുര പ്രഭാഷൈവം ദദോ വിദ്യാം പ്രദ്യുമ്നായ മഹാത്മനെ മായാവതീ മഹാമായാം സർവമായാവിനാശിനീം സജ ശംബരമഭ്യേത്യ സംയുഗായ സമാഹ്വയൽ അവിഷഹ്യേസ്തമാക്ഷേപൈ ക്ഷിപൺ സഞ്ജനയൻ കലിം സോധിക്ഷിപ്തോ ദുർവചോഭി പാദാഹത യുവോരഗ നിശ്ചക്രാമഗതാപാണിരമനിഷാൽ താമ്രലോചന ഗതാമാവിദ്യതരസാ പ്രദ്യുമ്നായ മഹാത്മനെ പ്രക്ഷിപ്യ വ്യനദന്നാദം വജ്രനിഷ്പേഷനിഷ്ഠുരം താമാപതന്തീം ഭഗവാൻ പ്രദ്യുമ്നോ ഗതയാഗതാം അപാസ്യ ശത്രവേ ക്രുദ്ധഃ പ്രാഹിണോൽ സ്വഗതാം നൃപ സജമായാം സമാശ്രിത്യ ദൈതേയും മയദരിശിത മുമുജേസ്ത്രമയം വരിഷം കാർഷ്ണോ വിഹായസോസുര ബാധ്യമാനോസ്ത്രവരിഷേണ രൗക്മിണയോ മഹാരഥഃ സത്വാത്മികാം മഹാവിദ്യാം സർവമായോപമർദിനി തതോ ഗൗഹ്യഗാന്ധർവപൈശാചോരകരാക്ഷസീഃ പ്രായുങ്ദശതശോ ദൈത്യഃ കാർഷ്ണിർവ്യഥമയൽസതാഃ നിശാതമസീമുദ്യമ്യ സകിരീടം സകുണ്ടലം ശംബരസ്യ ശിരക്കായൽ താമ്രശ്മശ്രോജസാഹരൽ ആകീര്യമാണോ ദിവിജൈഃ സ്തുവദ്ഭിക്സുമോൽക്കരൈഃ ഭാര്യ അംബരചാരിണ്യപുരം നീതോ വിഹായസ അന്തപുരവരം രാജൻ ലലനാശതസങ്കുലം വിവേശപത്നിയാഗനാൽ വിദ്യുദേവബലാഹക തം ദൃഷ്ട്വാ ജലദശ്യാമം പീതകൗശേവാസസം പ്രലംബബാഹും താമ്രാക്ഷം സുസ്മിതം രുചിരാനനം സ്വലംകൃതമുഖാംഭോജം നീലവക്രാളകാളിഭി കൃഷ്ണം മത്വാസ്ത്രയോ ഹ്രീതാ നിലിലുസ്തത്ര തത്ര അവധീര്യ ശനൈരീഷദ്വൈലക്ഷണ്യേന യോഷിതഃ ഉപജഗ്മു പ്രമുദിതാഃ സസ്ത്രീരത്നം സുവിസ്മിതാഃ അഥ തത്ര ആസിതാപാംഗി വൈദർഭി വൽഗുഭാഷിണീ അസ്മരൽ സ്വസുതം നഷ്ടം സ്നേഹസ്നുത പയോധര കോന്വയം നരവൈഡൂര്യഃ കസ്യവാകമലേക്ഷണ ധൃതക്കയാ വാ ജഠരേ കേയം ലബ്ധാത്വനേന വാ മമ ചാപ്യാത്മജോ നഷ്ടോ നീതോയ സൂതികാഗൃഹാൽ ഏതത്തുല്യവയോരൂപയതി ജീവതി കുത്രജിൽ കഥം ത്വനേന സംപ്രാപ്തം സാരൂപ്യം ശാർംഗധന്വന ആകൃത്യ അവയവൈർഗത്യ സുരഹാസാവലോകനൈഃ സ ഏവ വാ ഭവേന്നൂനം യോ മേ ഗർഭേ ധൃതോർഭഗ അമുഷ്മിൻ പ്രീതിരധികാ വാമസ്ഫുരതി മേ ഭുജഃ ഏവം ഇമാം സമാനായാം വൈദർഭ്യാം ദേവകീസുത ദേവക്യാനകദുന്ദുഭ്യാം ഉത്തമശ്ലോക ആഗമൽ വിജ്ഞാതാർത്ഥോപി ഭഗവാൻ സ്തൂഷ്ണീമാസ ജനാർദ്ദനഃ നാരദോ കഥയിൽ സർവം ശംബരാഹരണാദികം തച്ഛ്രുത്വാ മഹദാശ്ചര്യം കൃഷ്ണാന്തപുരയോഷിത അഭ്യനന്ദൻ ബഹൂനബ്ദാൻ നഷ്ടമൃതമിവാഗതം ദേവകീ വസുദേവശ്ച കൃഷ്ണരാമൗ തഥാ സ്ത്രിയ ദമ്പതീതൗ പരിഷ്വജ്യ രുക്മിണീ ച യയുർമുദം നഷ്ടം പ്രദ്യുമ്നമായാതമാകർണ്യദ്വാരകൗകസഃ അഹോ മൃതൈവായാതോ ബാലോദിഷ്ടേതിഹാ ബ്രുവൻ. ആ കൃഷ്ണസ്മരണം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ലൗകിക കർമ്മങ്ങളും ചെയ്യാൻ മുറിഞ്ഞു പോവുക,
വൈദികമായ പൂജാദികളും ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇഹലോകവും പരലോകവും നഷ്ടപ്പെട്ടു. ആ കൃഷ്ണൻ എന്തെങ്കിലും ഞങ്ങളെ കാണാൻ വരുമോ? എവിടെ നോക്കിയാലും കുളിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കൃഷ്ണൻ്റെ ആ ഓർമ്മ വരിക. ആ കാളിയനാഗത്തെ ഓടിച്ച രംഗം വരും. പശുക്കുട്ടികളൊക്കെ മുഖത്ത് നോക്കിയിട്ട് കരയെ എന്നെ ഞങ്ങളുടെ കൃഷ്ണനെ എങ്ങോട്ട് കൊണ്ടുപോയി ചോദിച്ചിട്ട്. ഇവിടെ നോക്കൂ, എത്രയാ കൃഷ്ണൻ ഉപയോഗിച്ച ആ ഉടുപ്പുകൾ, ആ ഓടക്കുഴലുകൾ, ആ കൃഷ്ണൻ്റെ അണിയിച്ച യശോദം അണിയിച്ച കിരീടങ്ങൾ നോക്കൂ. ഓരോന്നും എവിടെ തിരിഞ്ഞാലും കൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ. അങ്ങനെ പറഞ്ഞ് 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 കരഞ്ഞ് 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 വാക്കുകളില്ലാണ്ട് മൗനായി. യശോദമ്മയ്ക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റിയില്ല. യശോദമ്മ ഉള്ളിൽ നിന്നിങ്ങനെ ആ കൃഷ്ണനെ ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. എങ്ങനെ ഇവരെ സമാധാനിപ്പിക്കേണ്ടുവെന്നായി ഉദ്ധവസ്വാമിക്ക്. അവസാനം അദ്ദേഹം പറഞ്ഞു, നിങ്ങളാണ് ഈ മനുഷ്യജന്മം സ്വീകരിച്ചതിൽ വെച്ച് ഏറ്റവും ധന്യരും കൃതാർത്ഥരും. എന്താ ഇങ്ങനെയുള്ള ഭക്തി നിങ്ങൾക്ക് ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ ഉണ്ടായില്ലേ? യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും തപസ്സിൻ്റെയും തീർത്ഥാടനത്തിൻ്റെയും വ്രതത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം എന്താ? ആ പരമാത്മാവായ ഭഗവാനിൽ പരമപ്രേമം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതൊന്നും സാധിക്കാതെ നിങ്ങൾക്ക് ആ സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരനെ ഇപ്രകാരം മറക്കാൻ പറ്റാത്ത സ്നേഹം ഉണ്ടായില്ലേ? നിങ്ങളാണ് കേട്ടോ ധന്യകൾ, നിങ്ങളാണ് കേട്ടോ കൃതാർത്ഥർ എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്തിയെയും അവരുടെ ഭാഗ്യത്തെയും വാനോളം പുകഴ്ത്തി. അതിനുശേഷം പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് എപ്പോഴും കൃഷ്ണൻ പറയാറുണ്ട്, തീർച്ചയായിട്ടും കപസവധം കഴിഞ്ഞ് നിങ്ങളെ യാത്രയാക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞില്ലേ വരാമെന്ന്, അവിടെ തീർച്ചയായിട്ടും വരും, നിങ്ങളെ കാണും. ഇപ്പോൾ അവിടെ തിരക്കുകൾ പലതും ഉണ്ട്, കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കൃഷ്ണൻ വരാത്തത്. അതാണ് നിങ്ങളെ മറന്നില്ല എന്ന് ലക്ഷണമല്ലേ എന്നെ വിളിച്ച് വേഗം പോയി അവരെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞു. നേരം വെളുത്ത് അറിഞ്ഞില്ലേ, രാത്രി മുഴുവൻ കൃഷ്ണനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ കഴിച്ചതേ. നേരം പ്രഭാതമായപ്പോൾ ഉദ്ധവർ യമുനയിൽ കുളിക്കാൻ പോയി. അപ്പോൾ ഈ ഗോപിമാർക്കൊരനുഷ്ഠാനമുണ്ട്. കൃഷ്ണൻ വരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയിക്കണത്. കൃഷ്ണൻ കൃഷ്ണനെ കൊണ്ടുപോകാൻ അതിക്രൂരൻ ഒരു തേരും കൊണ്ടാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കംസനെ കൊന്ന് രാജാ പദവിയൊക്കെ അല്ലേ, തേരിലല്ലേ വരുള്ളൂ. ദിവസവും ഗോപിമാർ രാവിലെ എഴുന്നേറ്റ ആദ്യത്തെ അനുഷ്ഠാനം എന്താ? നന്ദഗോപരുടെ ആ പടിക്കലേക്ക് നോക്കും, തേര് വന്നിട്ടുണ്ടോ എന്ന്. അന്ന് രാവിലെ അവർ നേരിട്ട് നോക്കുമ്പോൾ തേര് സ്വർണ്ണത്തേര് നിൽക്കണം, കൃഷ്ണൻ വന്നിട്ടുണ്ടാവും. മുനിമാർക്ക് പോലും, ഋഷിമുനിമാർക്ക് പോലും അവരവരുടെ മാതാപിതാക്കന്മാരോടുള്ള ആ സ്നേഹം ബന്ധം മുറിക്കാൻ പറ്റണില്ല അത്രേ. അങ്ങനെയുള്ള കൃഷ്ണന് യശോദയും നന്ദനെയും മറക്കാൻ പറ്റുമോ? അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ ഉത്സാഹത്തോടെ വന്നു. അപ്പോഴേക്കും ഉദ്ധവൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരിക. അകലേനെ കണ്ടപ്പോഴേ ഉദ്ധവനെ കണ്ടാൽ കൃഷ്ണനാന്ന് തോന്നുന്നത്രേ. എന്താ 5 വയസ്സ് മുതൽ കൃഷ്ണൻ്റെ നിഴലായി കൃഷ്ണൻ്റെ കൂടെയാണ്. കൃഷ്ണൻ ഇന്നൊടുക്കുന്ന പട്ടാമ്പരങ്ങളൊക്കെ പിറ്റേ ദിവസം ഉദ്ധവൻ അണിയും. ഇന്നത്തെ വനമാല, ചെത്തിമാല, തുളസിമാല അതൊക്കെ പിറ്റേ ദിവസം ഉദ്ധവൻ. കളഭമൊക്കെ ഭഗവാൻ ഇന്നണിഞ്ഞ് പിറ്റേ ദിവസം ഭഗവാന്റെ കളഭാട്ടം കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ കളഭം നമ്മൾ മേടിച്ചു വിടില്ലേ, തലേദിവസത്തെ മാലയൊക്കെ നമ്മൾ പ്രസാദമായി സ്വീകരിക്കില്ലേ, അണിഞ്ഞ വട്ടമൊക്കെ പ്രസാദമായി സ്വീകരിക്കില്ലേ, ഇതുമാതിരി അങ്ങനെയാണ്. അങ്ങനെ കൃഷ്ണനെ ഉപാസിച്ച് കൃഷ്ണൻ്റെ ഛായ വന്നേക്കണു. പെട്ടെന്ന് ആർക്കും കൃഷ്ണനെ കണ്ടിട്ടില്ലാത്തവർക്ക് കൃഷ്ണനും ഉദ്ധവനും മാറിപ്പോവും. അടുത്തെത്തിയപ്പോൾ ഗോപിമാർക്ക് കൃഷ്ണൻ നല്ലോണം അടുത്ത് പരിചയമുണ്ടല്ലോ. കൃഷ്ണനല്ല, കൃഷ്ണൻ്റെ അനുചരനാണെന്ന് മനസ്സിലായി. ദൂതനെ അയച്ചിരിക്കുകയായിരിക്കും, അർത്ഥം വെച്ചുകൊണ്ട് പറയുക. അച്ഛനമ്മമാരോടുള്ള സ്നേഹം മുനിമാർക്ക് പോലും മുറിക്കാൻ പറ്റില്ലല്ലോ, ആ അച്ഛനമ്മമാരെ സമാധാനിപ്പിക്കാൻ വേണ്ടി കൃഷ്ണൻ അയച്ചതായിരിക്കും അല്ലേ, പരിഭവം പറയാം. അല്ലാതെ ഇപ്പോൾ കൃഷ്ണൻ ഈ ഗോകുലത്തിൽ ആരുമില്ലല്ലോ ഓർമ്മിക്കേണ്ടതായിട്ട് എന്നൊക്കെ പരിഭവം പറഞ്ഞു. ആ സമയത്ത് ഒരു വണ്ട് അവിടെ പാറി 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 ഇവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഈ കരിവണ്ടും ഈ ഇയാളും ഒരുപോലെ ഉണ്ടല്ലോ, ആ കരിവണ്ടിനെ കൃഷ്ണൻ്റെ ദൂതനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവർ പരിഭവം പറയാ, എന്തിനാ നീ ഇവിടെ വരണേ, ഞങ്ങളുടെ അടുത്തൊന്നും എന്താ കൃഷ്ണൻ്റെ മഹിമ പാടാൻ വരിക, ഞങ്ങളുടെ അടുത്ത് വന്ന് പാടിയാൽ നിനക്കൊന്നും കിട്ടാനില്ല, നിരാശരായി പോണ്ടി വരും. എന്താ ഞങ്ങൾക്കൊന്നുമില്ലേ തരാൻ, ഞങ്ങളുടെ സർവ്വവും കൃഷ്ണനെ അപഹരിച്ചു കൊണ്ടുപോയില്ലേ, അവിടുത്തെ മനോഹരമായ നോട്ടം കൊണ്ടും നടനം കൊണ്ടും വാക്കുകളെ കൊണ്ടും ഞങ്ങളുടെ ഹൃദയം തന്നെ അപഹരിച്ചു കൊണ്ടുപോയി, അങ്ങനെ ഒന്നുമില്ലാത്ത നിസ്വന്മാരാ ഞങ്ങൾ. നീ ആ മധുരാപുരിയിൽ പോയിട്ട് അവിടുത്തെ പട്ടണ സ്ത്രീകളുടെ മുമ്പിൽ പാടിയാലുണ്ടല്ലോ നിനക്ക് പല സമ്മാനങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ പരിഭവം പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അത് പറന്നു പോയിട്ട് തിരിച്ചു വന്നു. എന്താ നീ വിവരം അവിടെ പോയി കൃഷ്ണനോട് പറഞ്ഞോ, നിൻ്റെ സ്വാമിയോട്? എന്നിട്ട് ഞങ്ങളെ അനുനയിപ്പിച്ച് കൂട്ടിയിട്ട് പോകാൻ വന്നിരിക്കുക, അതെങ്ങനെ ശരിയാവും?
ഞങ്ങൾ പഠിപ്പില്ലാത്ത, ഞങ്ങളൊന്നും അറിയാത്ത സാധാരണ അബലകളായ സ്ത്രീകളാണ്. അവിടെയുള്ള സുന്ദരിമാരും മഹാകഴിവുള്ളവരും സാമർഥ്യക്കാരുമായിട്ടുള്ളതായ പട്ടണ സ്ത്രീകൾ എവിടെ? ഞങ്ങൾ ഈ ഗ്രാമീണരായ ഞങ്ങളെവിടെ? പക്ഷേ ഗ്രാമീണ സ്ത്രീകൾക്കാണ് സ്നേഹം കൂടുതലെന്ന് ഭഗവാൻ അറിയാം.